ശരിക്കും ഈ ഒരു സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും തുടരുമിൻ്റെ ഓരോ അംഗങ്ങൾക്കും നന്ദിയാണ് ആസ് എ മലയാളി സിനിമ ഓഡിയൻ പറയാനുള്ളത്. കാരണം എല്ലാവരെയും കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കിയെടുത്തതിൽ. സോ ഇനി നമ്മുടെ സ്വന്തം ലാലേട്ടനും ശോഭന മാമിനും നമ്മുടെ തുടരും ടീമിന്റെ ആദരം നൽകാനായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രഞ്ജിത്ത് സർ ആൻഡ് ഓൾസോ നമ്മുടെ തരുൺ മൂർത്തി സർ രണ്ടുപേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദ പ്രൊഡ്യൂസർ ആൻഡ് ഡയറക്ടർ ഓഫ് ദ മൂവി തുടരും. Along with them, may I kindly call upon stage with love and with respect, Laletan and Shobhana ma'am to please receive the felicitation. Please. ആദ്യം തന്നെ നമ്മുടെ ലാലേട്ടന് രഞ്ജിത്ത് സാറും തരുൺ മൂർത്തി സാറും കൂടി ഒരുമിച്ചാണ് ആ ഒരു സ്നേഹാദരം നമ്മുടെ സ്വന്തം ലാലേട്ടന് ഈ ഒരു മൂവിയുടെ ഭാഗമായതിന് നൽകുന്നത്. ഓരോ മലയാളിയും പറയാൻ ആഗ്രഹിച്ച നന്ദി നമ്മൾ ഈ നിമിഷം ഇവരോട് പറയാണ്. അടുത്തതായി നമ്മുടെ സ്വന്തം ശോഭന മാമിനാണ് നമ്മൾ ആ ഒരു സ്നേഹോപകാരം നൽകുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദിസ് ഫിലിം. യെസ്, നേരത്തെ സംസാരിക്കാൻ പറ്റിയില്ല. എന്താണ് പറയേണ്ടത്? ഇത്രയും വലിയൊരു സിനിമയുടെ സക്സസ്, നമ്മളെല്ലാ സിനിമയും തുടങ്ങുന്നത് ഇത് ഏറ്റവും വലിയ സിനിമയായി മാറണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. അതിൽ ചില സിനിമകൾ വിജയം കണ്ടെത്തും. അങ്ങനെ ഒരു സിനിമയാണ് തുടരും. പക്ഷെ അതിന് ഇത്ര മനോഹരമായിട്ട് ഇങ്ങനെ എന്താണ് യു ക്രിയേറ്റഡ് എ മാജിക് ഹിയർ. സിനിമ പോലെ തന്നെ. താങ്ക് യു സോ മച്ച് രഞ്ജിത്തിനെ എത്രയോ വർഷമായിട്ട് എനിക്കറിയാം, രഞ്ജിത്തിൻ്റെ ഫാമിലി അറിയാം. എന്തായാലും ഒരു സിനിമ സംബന്ധി എന്ന് പറഞ്ഞാൽ ശരിയല്ല, സിനിമയെ സംബന്ധി അങ്ങനെ എനിക്കൊരു ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടിയതിന് ശേഷം ആദ്യം നടക്കുന്ന ഒരു ഫംഗ്ഷനും കൂടാണിത്. താങ്ക് യു സോ മച്ച്. ഐ തിങ്ക് ഫോർ യു ഓൾസോ അല്ലേ പത്മഭൂഷൺ. അപ്പോൾ ഇത് കണ്ടക്ട് ചെയ്തതിന് ഒരുപാട് നന്ദി രഞ്ജിത്ത്. പിന്നെ രഞ്ജിത്ത് എൻ്റെ എന്താ പറഞ്ഞാൽ എൻ്റെ ഒരു റിലേഷനും കൂടെയാണ്, അങ്ങനെയും കൂടെ ഉണ്ട്. എന്നാലും ഈ സിനിമ എത്ര സ്നേഹിക്കുന്ന, എന്ത് ജോലിയായാലും അതിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളാണ് രഞ്ജിത്ത്. ഈ സിനിമ തന്നെ എത്രയോ പ്രാവശ്യം മാറി, കഥ ശരിയാകുന്നില്ല എന്ന്. പക്ഷേ അതിൻ്റെ എപ്പോഴോ ഇത് ഹൈലി പ്രീ ഡിസ്റ്റൈൻഡ് എന്ന് പറയും, നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ് ഈ വിജയം. അതിൻ്റെ ഭാഗമാകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് 12 വർഷം വെയിറ്റ് ചെയ്യുമെന്ന് പറയുന്നതൊന്നും ചെറിയ കാര്യമല്ല, അത് വലിയ കാര്യമാണ്. പക്ഷേ അതിനൊരു സക്സസ് ഉണ്ടാകുമ്പോഴാണ് അതിനെ ഏറ്റവും വലിയ മനോഹരമായിട്ട്. താങ്ക് യു തരുൺ, എന്നെ വിശ്വസിച്ചേന്. അങ്ങനെയാണല്ലോ, അങ്ങനെയെങ്കിൽ ഞങ്ങളെയൊക്കെ വിശ്വസിച്ചേനെ. കാര്യം നമ്മളൊരു കഥ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അതെങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ തരുണെ, കാര്യം നമുക്ക് ചിലപ്പോൾ തോന്നും തരുൺ പറയുന്നത് ശരിയാണോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ശരിയാണ്. പക്ഷേ സിനിമയിൽ വന്നപ്പോൾ അതെല്ലാം മാറി. അത്രയും അദ്ദേഹം അതിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ ആത്മാവ് കൊടുത്തു. തരുണിൻ്റെ ഫാമിലിയെ ഞാൻ ഓർക്കുന്നു, രഞ്ജിത്തിൻ്റെ ഫാമിലിയെ ഓർക്കുന്നു. ഷാജി, എത്രയോ സിനിമകൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ നരനായാലും പുലിമുരുകനായാലും ഒരുപാട് എല്ലാം ഇങ്ങനത്തെ ഒരു കോംപ്ലിക്കേറ്റഡ് ടെറൈനിൽ അല്ലെങ്കിൽ ക്ലൈമറ്റിലൊക്കെ വർക്ക് ചെയ്ത സിനിമകളാണ്. സുനിലിനെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു, ഗോകുൽദാസിനെ, എല്ലാവരെയും, ഫൈറ്റ് മാസ്റ്റർ, എൻ്റെ കൂടെ അഭിനയിച്ച രാജു, ശോഭന, ഒരു ചെറിയ ആൾ പോലും ഞാൻ എടുത്തു പറയാവുന്ന മിസ്റ്റർ ജോർജ്, പ്രകാശ് ശർമ്മ, എല്ലാവരും എനിക്കതിൻ്റെ കൂടുതൽ പറയാനില്ല. വളരെ സന്തോഷകരമായ ഒരു ദിവസമായി ഇത് മാറി. രഞ്ജിത്ത്, ഒരുപാട് ഉയരങ്ങളിലേക്ക് അങ്ങേക്ക് പോകാൻ സാധിക്കട്ടെ. തരുൺ, മേക്ക് അമേസിങ് ഫിലിംസ്. ഞങ്ങളൊക്കെ അതിൻ്റെ ഭാഗമാകാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ രഞ്ജിത്തിൻ്റെ ഫാമിലിയെ ഞാൻ ഓർക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും എനിക്കറിയാവുന്നതാണ്. ഒരുപാട് മുഖങ്ങൾ, അറിയാവുന്നവർക്കും അറിഞ്ഞുകൂടാത്തവർക്കും ഇനി അറിയാൻ പോകുന്നവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ശരിക്കും രാവിലെ മുതലല്ല, കുറച്ച് നാളുകളായിട്ട് ഈ ഒരു തുടരുമിൻ്റെ സക്സസ് ഇവൻറ്റ് ഇവിടെ നടത്താനായിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരാൾ ഇതുവരെ ആ ഒരു സ്നേഹോപകാരം മേടിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം രഞ്ജിത്തേട്ടനാണ്. അപ്പോൾ കാരണം ശരിക്കും ഈ ഒരു ഇവൻറ്റ് ഇവിടെ പുൾ ഓഫ് ചെയ്യാനായിട്ട് നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തു. ഫൈനലി ഇന്ന് ഇവിടെ നടന്നിരിക്കുകയാണ് ചേട്ടാ. അത് അപ്പോൾ ചേട്ടൻ്റെ മകളെ, ചിപ്പിച്ചിട്ടിയുടെ മകളായിട്ടുള്ള അവന്തികേനെ കൂടെ ഞാൻ വേദിയിലേക്ക്
സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ്. അവന്തിക്കയും കൂടെയാണ് ആക്ച്വലി അച്ഛൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നിട്ട് ഈ ഒരു ഇവന്റ് ഇവിടെ പുൾ ഓഫ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. സോ റൗണ്ട് ഓഫ് അപ്ലാസ് ഫോർ അവന്തിക ഓൾസോ. ആൻഡ് രണ്ടുപേർക്കും ലാലേട്ടൻ്റെ കയ്യിൽ നിന്നും പ്ലീസ് ആ ഒരു സ്നേഹോപകാരം രണ്ടുപേർക്കും നൽകുകയാണ്. താങ്ക് യു സോ മച്ച്. അതെ, അച്ഛനും മകൾക്കും ഒരുമിച്ചാണ് ലാലേട്ടൻ്റെ കയ്യിൽ നിന്നും അത് ഏറ്റുവാങ്ങുന്നത്. താങ്ക് യു സോ മച്ച്. ആൻഡ് ഒരുപാട് നന്ദി ഈ ഒരു ഇവന്റ് നമ്മൾക്ക് വേണ്ടിയിട്ട് ഇവിടെ നടത്തിയതിലും. Yes, Chippy Chichi, please join us. Thank you so much. ആദ്യമായി ഈ സിനിമാ ജീവിതത്തിലേക്ക് വന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇതിൽ വരുന്ന ആളാണ് അവന്തിക. അതുപോലെ തന്നെ ഈ സിനിമയിലൂടെ ആദ്യമായി സിനിമയിലേക്ക് വന്ന ഞങ്ങളുടെ കുടുംബത്തിലെ പ്രകാശ് വർമ്മയെ ഇങ്ങോട്ട് വിളിക്കുന്നു. കാരണം ബാക്കി എല്ലാവരും ഇതിനു മുമ്പ് സിനിമയിൽ ഉണ്ടായിരുന്നവരായിരുന്നുകൊണ്ടും ഇത്രയും ഒരുപാട് മൊമെൻറ്റോസ്, ഇന്ന് ഞാനൊരു വാക്ക് പറഞ്ഞേ പറ്റുള്ളൂ, രാവിലെ മുതൽ 625 മൊമെൻറ്റോസ് ഉച്ച മുതൽ ഒരേ നിൽപ്പ് നിന്ന് കൊടുത്ത ഒരാളാണ് ചേട്ടൻ. ഇത്രയും മൊമെൻറ്റോസ് കൊടുക്കാൻ ഒരു നിമിഷം പോലും ഇരിക്കാതെ അത്രയും പേർക്കും ചേട്ടൻ്റെ കയ്യിൽ നിന്ന് മൊമെൻറ്റോ കൊടുക്കുന്നതാണ് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് വന്ന് അവിടെ നിന്ന് ഇത്രയും കൊടുത്തിട്ട് ഇത്രയും സമയമായപ്പോഴും ഇതിൻ്റെ കൂടെ ഇങ്ങനെ പോകുന്ന ചേട്ടനോട് പ്രത്യേകിച്ച് നന്ദി പറയണം. കാരണം അത് വലിയൊരു കാര്യമാണ്. പ്രകാശ് വർമ്മ എന്ന് പറയുന്നത് ഞങ്ങളുടെ സിനിമാ കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന ഒരാളാണ്. പ്രകാശ് വർമ്മയ്ക്ക് ഇവിടെ വെച്ച് ഒരു മൊമെൻറ്റോ കൊടുക്കുന്നതാണ്. Thank you everybody. Thank you so much. താങ്ക് യു എവറിബഡി. എല്ലാവരോടും തീർച്ചയായിട്ടും സീറ്റിലേക്ക് പോകാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. ശരിക്കും നമ്മൾ ഒരുപാട് നാൾക്ക് ശേഷം ഈ പടം ഈ വർഷം തുടക്കമൊക്കെ റിലീസ് ചെയ്ത സമയത്ത് ടിക്കറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. റിലീസ് ചെയ്ത സമയത്ത് ഓരോ തിയേറ്ററിൽ നമ്മൾ പോകുമ്പോഴും അവിടെ ടിക്കറ്റ് ഫുള്ളാണ്, ഹൗസ് ഫുൾ എന്നൊക്കെ നമ്മൾ കാണിക്കത്തില്ലേ? എന്താണ് തിയേറ്ററുകാരുടെ കാര്യം പറഞ്ഞപ്പോൾ കയറി വന്നു. അതെ, തിയേറ്ററുകാരെ പറഞ്ഞു. കാരണം ഈ സിംഗിൾ സ്ക്രീനിൽ ഏറ്റവും കൂടുതൽ നേടിയ ഒരു സിനിമ കൂടിയിട്ടാണ്. തുടരും കളിച്ച എല്ലാ തിയേറ്ററിലും നല്ല കളക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ഞാൻ തന്നെ ഒരു തിയേറ്ററിന്റെ ഉദ്ഘാടനത്തിന് പോയ അവിടെ ഉദ്ഘാടന ചിത്രം തുടരുമായിരുന്നു. അപ്പോ എല്ലായിടത്തും കളക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ സിംഗിൾ സ്ക്രീൻ വെച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത ആൾക്കാരെയാണ് ഇന്ന് ഇങ്ങോട്ട് വിളിക്കുന്നത്. വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. യെസ് പ്ലീസ്. ഏതൊക്കെയാണ് തിയേറ്റേഴ്സ് എന്ന് കൂടി നമുക്കൊന്ന് പറയണം. ലിസ്റ്റിൻ സ്റ്റീഫൻ. ചേട്ടാ, ഏത് തിയേറ്ററിൽ നിന്നായിരുന്നു ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തത്? കവിത സാജു ചേട്ടൻ. കവിത ഞങ്ങളൊക്കെ ചെറുപ്പം തുടങ്ങിയേ പോയി ഇടികൊണ്ട് ടിക്കറ്റ് എടുത്തിട്ടുള്ള തിയേറ്ററാണ്. ലിസ്റ്റ് ചേട്ടൻ ഏത് തിയേറ്ററിൽ നിന്നായിരുന്നു പറയാം? അപ്സര തിയേറ്ററിലാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ വന്നത്. പിന്നെ എൻ്റെ എല്ലാ തിയേറ്ററിലും തുടരുമായിരുന്നു കളിച്ചുകൊണ്ടിട്ടിരുന്നു. സാജു ചേട്ടൻ പ്ലീസ്. ലാലേട്ടൻ്റെ നല്ല ഹിറ്റ് പടങ്ങൾ കളിച്ചിട്ടുണ്ട്. ഈ പടമാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ വന്ന 2025 എല്ലാ റെക്കോർഡുകളും ഭേദിച്ച പടമാണ്. അല്ല, എല്ലാ സിനിമയും ഹിറ്റാകുമ്പോൾ പറയും ഞങ്ങളുടെ സിനിമയാണ് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തതെന്ന്. അത് സിനിമാക്കാർ പറയണതാ. തിയേറ്ററുകാർ പറ, നിങ്ങൾ പറ ഏത് പടമാണ് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തത്? അതല്ലേ പറഞ്ഞത്, തുടരും. നല്ലൊരു കയ്യടി കൊടുക്കാം. എനിക്ക് തോന്നുന്നത് രഞ്ജിത്തേട്ടൻ്റെ ഒരു പക്ഷേ ആന്റണി ചേട്ടനാണോ ഞാനാണോ തിയേറ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഷെയർ കൊടുത്തതെന്ന് അറിയത്തില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഒന്നെങ്കിൽ ആന്റണി ചേട്ടൻ അല്ലെങ്കിൽ ഞാൻ, ഈ രണ്ടുപേരിൽ ഒരാളായിരിക്കും തുടരുവിന് ഏറ്റവും കൂടുതൽ ഷെയർ കൊടുത്തത് എന്നുള്ളത് ഒരു കാര്യം ഉറപ്പാണ്. താങ്ക് യു. താങ്ക് യു. തുടരുമെന്ന സിനിമ ഒരു ബുക്കായിട്ട് മാറാനായിട്ട് പോവുകയാണ്. ഈ ബുക്ക് ലോഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് വേദിയിലേക്ക് 3 പേരെ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സിനിമയിലെ പാട്ടുകൾ, അതിലേറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് പ്ലേ ചെയ്തതിൻ്റെ വരികൾ എഴുതിയിട്ടുള്ള BK ഹരിനാരായണൻ, കൂടാതെ നമ്മുടെ ചിപ്പി ചേച്ചീനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആൻഡ് ഓൾസോ തരുൺ മൂർത്തി സർ, രഞ്ജിത്ത് സർ, രണ്ടുപേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആൻഡ് ഈ ബുക്ക് ലോഞ്ച് നടത്താനായി നമ്മുടെ സ്വന്തം ലാലേട്ടനെ ഒരിക്കൽ കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. യെസ്, കൂടാതെ സുനിൽ സാറിനെയും കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് വിത്ത് ഡ്യൂ റെസ്പെക്ട്. ആൻഡ് ഈ പുസ്തകം നമ്മളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ DC ബുക്സ് ആണ്. ആൻഡ് DC ബുക്സിന്റെ ഓണർ DC രവി സാറിനെയും സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ശരിക്കും എനിക്ക് ഹരിശേട്ടനോട് ചോദിക്കാനുണ്ട്. കാരണം ഇതിലെ പാട്ടുകൾ നമ്മളിലേക്ക് എത്തിച്ചത് അത്രയും അർത്ഥവത്തായ രീതിയിൽ ഇൻ ഡെപ്തിൽ നമ്മൾ എത്തിച്ചത് ഈ ലിറിസിസ്റ്റുകൾ തന്നെയാണ്. യെസ്, അപ്പൊ നമ്മൾ ബുക്ക് ലോഞ്ച് ആണ് ലാലേട്ടൻ ഇവിടെ നിർവഹിക്കുന്നത്. ഇനി മുതൽ തുടരും നമുക്ക് പുസ്തകത്തിലും വായിക്കാനായിട്ടും സാധിക്കും. ചിപ്പിച്ചിക്ക് നൽകിക്കൊണ്ട് പ്ലീസ് ആ ഒരു ബുക്ക് ലോഞ്ച്. ഏറ്റവും ആദ്യം നമ്മുടെ തുടരും പുസ്തകം വാങ്ങിച്ചിരിക്കുന്ന നമ്മുടെ ചിപ്പിച്ചിക്കും രജിതേട്ടനും കൂടിയിട്ടാണ്. രണ്ടുപേരും ഒരുമിച്ച് പ്ലീസ് ഈ ഒരു പുസ്തകം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ഇനി നിങ്ങൾക്കും ഇതിൻ്റെ ഒരു കോപ്പി തീർച്ചയായിട്ടും വായിക്കാം. താങ്ക് യു സോ മച്ച്. എനിക്ക് ഹരിശേട്ടനോടുകൂടി ആക്ച്വലി സംസാരിക്കണം എന്നുണ്ട്. കാരണം എൻ്റെ ലിറിസിസ്റ്റാണ്. നമ്മൾ ലിറിസിസ്റ്റിനോട് ഇതുവരെ സംസാരിച്ചില്ല. സോ പ്ലീസ്. ഇല്ല, നമ്മളൊക്കെ ഡിന്നറിന് കാത്തിരിക്കുന്ന സമയമാണ്. കൂടുതലൊന്നും പറയുന്നില്ല. മുരുകൻ്റെ ഭാഗമായിട്ടുണ്ട്, ഇപ്പം ഷൺമുഖൻ്റെയും ഭാഗമായിട്ട് വരി എഴുതാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട രഞ്ജിത്തേട്ടന്, തരുണിന്, പ്രിയപ്പെട്ട ജെയ്ക്സ് ബി ജോയ്ക്ക്, സുനിലിന്, ലാൽ സാറിന് എല്ലാവർക്കും വലിയൊരു നന്ദി.